വരുന്ന കാലം എന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ക്ലാസ് വാറിൻ്റെയാണ്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വർഗസമരം, അഥവാ മൃഗങ്ങൾ മനുഷ്യർക്കെതിരെ ചാവേറുകളാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നമ്മളുടെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കോ ജുഡീഷ്യറിയിലെ ജനങ്ങൾക്കോ അറിവില്ലാത്തതല്ല. പക്ഷേ ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഗ്ലോബൽ വാർമിംഗ് ഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യത, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്, ജലം ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിൻ്റെ ഉള്ളിലുള്ള നിലനിൽക്കുന്ന എല്ലാ ആവാസ സാധ്യതകളെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. രണ്ടാമത് അധിനിവേശമാണിത്. ലോകത്തെവിടെയും മനുഷ്യൻ്റെ അധിനിവേശങ്ങൾ, ചെറിയ സമൂഹങ്ങൾ മറ്റിതര സമൂഹങ്ങളുടെ മേലെ അവിടെ എല്ലാം ഇതുപോലെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മനുഷ്യരിലെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ മൃഗങ്ങളുടെ ആവാസ ഇടങ്ങളിലേക്കുള്ള അധിനിവേശമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറയുന്നത്. അത് പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ കുടിയേറ്റം സാധാരണ കർഷകരെ ഒന്നുമല്ല. ഇവിടെ ടൂറിസം ലോബിയുടെ അല്ലെങ്കിൽ ഉല്ലാസ മാഫിയ കേരളത്തിൽ, ലാൻഡ് മാഫിയ കേരളത്തിൽ ശക്തമായതിനു ശേഷമാണ് മൃഗങ്ങൾ കാടിറങ്ങാൻ തുടങ്ങുന്നത് തന്നെ. രണ്ട്, ഖനന മാഫിയകൾ വനങ്ങൾക്കുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയതിനു ശേഷം മാത്രമാണ് കാടിൽ നിന്നും മൃഗങ്ങൾ കീഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്തേ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി വനം വകുപ്പിനെയോ അല്ലെങ്കിൽ കൂടുതൽ കർശനമായ സംരക്ഷണ നിയമങ്ങൾ എന്ന പേരിൽ വനം അടച്ചു കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് മറ്റ് മനുഷ്യരെയും ഈ പരിസ്ഥിതി പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒക്കെ സാമൂഹിക പ്രവർത്തകരെ ഒന്നും കയറാത്ത രീതിയിൽ വളരെ ഫെൻസ്ഡായിട്ട്, അഥവാ ആരെങ്കിലും അത്തരത്തിലുള്ള ന്യൂസുകൾ പുറത്താക്കിയ അവർക്കെതിരെ ഏറ്റവും കഠിനമായ അല്ലെങ്കിൽ ഏറ്റവും മേലിൽ ആവർത്തിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പുറമേയുള്ളവർക്ക് അറിയാതിരിക്കാൻ വേണ്ടിയാണ്. വനത്തിനുള്ളിൽ കയ്യേറ്റക്കാരാണ്. വനത്തിനുള്ളിൽ മൃഗങ്ങളുടെ ഇടങ്ങൾ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. വനത്തിനുള്ളിൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ ചില മനുഷ്യർ കൈയടക്കി വച്ചിരിക്കുകയാണ്. വനത്തിൻ്റെ പ്രകൃതി സമ്പത്ത് ചില മനുഷ്യരുടെ കൈകളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ മാറ്റുകയും അവിടെ വനം എന്നത് മൃഗങ്ങളുടെയായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മാറ്റുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. അവയ്ക്ക് ജലമെത്തിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. മനുഷ്യർക്കുള്ള പോലെ തന്നെയുള്ള അവകാശങ്ങൾ അവിടെയുണ്ട്. അവിടെ അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് ഫെൻസിങ് ഇടാതിരിക്കുക. അതായത് വനത്തിൻ്റെ ഉള്ളിൽ, ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പുഴകളിലേക്കും തോടുകളിലേക്കും നീരറിവുകളിലേക്കൊക്കെ ഫെൻസിങ് എത്രയോ കോടിക്കണക്കിന് ആൾ നമ്മൾ ആനക്കുളം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവയ്ക്ക് വെള്ളം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് ബീഫും പൊറോട്ടയും ഒന്നുമല്ല, കുഴിമന്തികളൊന്നുമല്ല. അതൊക്കെ അടിസ്ഥാനപരമായിട്ട് ജലം എത്തിക്കുക എന്ന ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോൾ സാക്ഷാത്കരിക്കുന്നുവോ അന്ന് നമ്മൾ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ വംശീയ ലഹളയ്ക്ക് അല്ലെങ്കിൽ ഈ പുതിയ ക്ലാസ് വാറിന് അന്ത്യം കുറിക്കാനാകും.